ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അഗർബത്തി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളെയാണ് വേണ്ടത്. വർക്ക് ഫ്രം ഹോം ആണ്, അതായത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മന്ത്ലി സാലറി വരുന്ന 25,000 രൂപയാണ്. അതുപോലെ തന്നെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മളുടെ വീട്ടിൽ എത്തിച്ചു വരുമ്പോൾ അവർ അഡ്വാൻസ് ആയിട്ട് 10,000 റുപ്പീസ് നമുക്ക് സാലറി തരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത് ഞാൻ വീണ്ടും എടുത്തു ചോദിച്ചിട്ടുണ്ട്, രജിസ്ട്രേഷൻ ഫീ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അവർ പക്ഷെ വീണ്ടും പറയുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരുന്നില്ല എന്നുള്ളത്. നമ്മൾ ചെയ്യേണ്ട ജോലി 2000 ബോക്സ് ഒരു മാസം പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ജോബ് ആണെങ്കിൽ നല്ലൊരു ജോബ് അവസരം തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇത് ജെന്യുവിൻ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്റെ വേറെ നമ്പറിൽ നിന്ന് അവർക്ക് ചാറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തന്നു. അതിനുശേഷം അവർ പറഞ്ഞതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീ ഒന്നും അവർ ചോദിക്കുന്നില്ല, ഷിപ്പിംഗ് ചാർജ് ഒന്നും തന്നെ ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളുടെ ആധാർ കാർഡും അതുപോലെ തന്നെ ഫോട്ടോയും കൊടുത്തിട്ട് ഈ ഒരു കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരികയും അതുപോലെ തന്നെ സാലറി തരുമെന്നുള്ളതാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് വെച്ചു, ഓക്കെ നമുക്ക് നേരിട്ട് അന്വേഷിക്കാൻ വേണ്ടി അഡ്രസ്സ് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളുടെ ഭാഗ്യത്തിന് തന്നെ അവർ നമുക്ക് എറണാകുളത്തുള്ള ഒരു സ്ഥാപനത്തിന്റെ അഡ്രസ്സ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ആ ഒരു സ്ഥാപനത്തിന് ഈ ഒരു ബിസിനസിനെ കുറിച്ച് അറിയുക പോലും ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല. നമ്മളുടെ കയ്യിൽ നിന്ന് ഫീസ് ഒന്നും വാങ്ങാതെ തന്നെ ഇത് എങ്ങനെയാണ് ഒരു ജെന്യുവിൻ അല്ലാത്തൊരു ബിസിനസ് ആകുന്നത്? നമുക്കറിയുന്ന കാര്യമാണ്, നമ്മുടെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ഫുൾ എമൗണ്ടും വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഈ ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇതിന് പറയുന്ന പേരാണ് ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആധാർ കാർഡ് എവിടെയെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആധാർ കാർഡ് എടുത്ത ശേഷം ഗവൺമെന്റ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ, അതായത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നൽകുന്നുണ്ട്. ഈ ഒരു ആധാർ കാർഡിനെ സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഓർക്കേണ്ടതാണ്, ആധാർ കാർഡ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും എല്ലാമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആധാർ കാർഡിനെ തീർച്ചയായിട്ടും സേഫ് ആക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളോട് ആരെങ്കിലും ആധാർ കാർഡ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മാസ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡ് മാത്രം അയച്ചു കൊടുക്കുക. എങ്ങനെയാണ് മാസ്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ മൈ ആധാർ എന്നുള്ള സൈറ്റിൽ പോവുക. അതിന് താഴെ ഡൗൺലോഡ് ആധാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനുശേഷം ആധാർ കാർഡ് നമ്പറും ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് നമ്പറാണോ നമ്മളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫോൺ നമ്പറിലോട്ട് നമുക്ക് OTP വരുന്നതാണ്. അതിനുശേഷം ഒരു ഓപ്ഷൻ ഉണ്ടാവും, മാസ്ക് ആധാർ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത്. മാസ്ക് ആധാർ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലോട്ട് മാസ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾക്ക് ഈ ഒരു മാസ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡ് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഡേറ്റ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു മൈ ആധാർ എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും ഇത്തരത്തിൽ മാസ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള പാക്കിംഗ് ജോബുകളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള പാക്കിംഗ് ജോബിലൊക്കെ ചെന്ന് പെടാതിരിക്കുക. അത് മാത്രമല്ല, ഫീസ് ഇല്ല എന്ന് പറഞ്ഞാലും അതിനുശേഷം അവർ പലപ്പോഴും ഷിപ്പിംഗ് ഫീ അങ്ങനെ ഓരോരോ ഫീസ് ഒക്കെ ആവശ്യപ്പെടാറുണ്ട്. അതും ജെന്യുവിൻ അല്ലാത്തൊരു പാക്കിംഗ് ജോബ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്കിന്ന് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ല ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.